നമസ്കാരം. സുദർശന TV ചാനലിലേക്ക് സ്വാഗതം. ഏവർക്കും നല്ലൊരു വിഷുക്കാലം ആശംസിക്കുന്നു. ഇന്ന് നമ്മൾ നോക്കുന്നത് കർക്കിടകക്കൂറാണ്. പുണർദം അവസാന പാദവും പൂയം, ആയില്യം എന്നീ നക്ഷത്രങ്ങൾ ചേർന്നതാണ് കർക്കിടകക്കൂറ്. കർക്കിടകക്കൂറുകാർക്ക് പൊതുവെ വളരെ നല്ല ഒരു വർഷമാണിത്. ദോഷങ്ങൾ, അപകടങ്ങൾ എന്നിവ കുറഞ്ഞിരിക്കുന്നൊരു വർഷമാണ്. കോൺട്രാക്റ്റ് വ്യവസ്ഥയിലും പ്രൈവറ്റ് വ്യവസ്ഥകളിലും ഒക്കെ ജോലി ചെയ്യുന്നവർക്ക് ആദരവും പാരിതോഷികവും ഒക്കെ അവരുടെ ജോലിയിലൂടെ, അല്ലെങ്കിൽ കൃത്യമായൊരു സമയനിഷ്ഠ, അവർ ചെയ്യുന്ന ജോലിയിലെ നന്മ, ഇതൊക്കെ ഉദ്ദേശിച്ച് നല്ല കീർത്തിയും സമ്മാനങ്ങളുമൊക്കെ ലഭിക്കുന്ന ഒരു വർഷം കൂടിയാണ് കർക്കിടകക്കൂറുകാർക്ക് ഈ വർഷം. അധ്യാപകർ, സർക്കാർ ജീവനക്കാർ, പത്രപ്രവർത്തകർ, കലാകാരന്മാർ എന്നിവർക്ക് ഗുണകരമായ വർഷമാണ് ഈ വർഷം. കർക്കിടകക്കൂറുകാർക്ക് പൊതുവിൽ വളരെ നന്മയുള്ളൊരു വർഷമാണ്. അത് മനസ്സിലാക്കി വേണം ഈ വർഷം നിങ്ങൾ ഓരോരുത്തരും പ്രവർത്തിക്കാൻ. ഗുണകരമായ സ്ഥാനമാറ്റം, അതുപോലെ തന്നെ ഇടപാടുകളിൽ ലാഭമുണ്ടാവുക, കിട്ടാതെ കിടന്ന ഇടപാടുകൾ തുടർന്നു പോവുക, അല്ലെങ്കിൽ ആ കിട്ടാതെ കിടന്ന ധനം നമുക്ക് ലഭിക്കുക തുടങ്ങിയവ ലഭിക്കുന്ന വർഷമാണിത്. കലാരംഗത്ത് ഉയർച്ച ഉറപ്പുള്ള വർഷം തന്നെയാണ്. അതായത് കലാകാരന്മാർക്ക് അവാർഡുകൾ ലഭിക്കുക, അതുപോലെ കീർത്തിപത്രം ലഭിക്കുക, നല്ല സമ്മാനത്തുകകൾ ലഭിക്കുക തുടങ്ങിയ വർഷമാണ് ഈ വിഷുക്കാല വർഷം. ശത്രുക്കൾ കുറയുന്ന വർഷമാണ്. പൊതുവേ ശോഭനമായൊരു വർഷമായിട്ട് നമുക്ക് ഈ വർഷത്തെ കണക്കാക്കാം. മനസ്സമാധാനം കൂടും. അതുപോലെ തന്നെ പണം അധികം കൈവിട്ട് കളിക്കരുത്. അതാണ് ഇതിൻ്റെ ഈ വർഷത്തെ ഏറ്റവും വലിയ പ്രത്യേകത. കയ്യിലേക്ക് ധാരാളം ധനം വന്നു ചേരുമ്പോൾ നമുക്ക് തോന്നും അത് കുറച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്തു കൂട്ടാം, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കൂട്ടാമെന്നൊക്കെ വിചാരിക്കും. അപ്പോൾ അത്തരത്തിൽ ധനം അധികം കൈവിട്ട് നശിപ്പിച്ച് കളയരുതെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അതുപോലെ ചിട്ടി പോലെ മറ്റ് വരുമാനമുള്ള ചില മാർഗങ്ങൾ ലഭിച്ചു ചേരാനുള്ള വർഷമാണ്. ഗൃഹത്തിൽ മംഗളകാര്യങ്ങൾ കൂടുതൽ നടക്കുന്നതിനുള്ള സാഹചര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ ദൈവവിചാരക്കുറവ് കൗമാരക്കാരിൽ കാണാൻ ചാൻസ് കൂടുതലാകുന്നു. കർക്കിടകക്കൂറുകാരായ കൗമാരക്കാരിൽ ദൈവവിചാരം വളരെ കുറഞ്ഞതായിട്ട് കാണപ്പെടുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്ക് വന്നു ചേരുന്ന ചില അപകടങ്ങളും നമുക്ക് ദർശിക്കാനാവും. അത് വലിയൊരു അപകടമല്ല, എന്നിരുന്നാലും അങ്ങനെ ദൈവവിചാരം കുറയുന്നവർക്ക് ദൈവവിചാരം കുറഞ്ഞാലുള്ള കുഴപ്പങ്ങളെക്കുറിച്ച് മനസ്സിലാക്കി കൊടുത്തവരെ ദൈവവിചാര വിശ്വാസികളാക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടുന്നത്. അവർക്ക് ചിലപ്പോൾ ഉന്മേഷക്കുറവ്, അപ്രതീക്ഷിതമായ ക്ഷീണം, തലകറക്കം തുടങ്ങിയവ ഉണ്ടാകുവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ നന്മയ്ക്കിടയിലും ഒരു തിന്മ അതുണ്ടാകുവാനുള്ള ചാൻസ് ഉണ്ട് എന്ന് വിചാരിച്ചുകൊണ്ട് വേണം മുന്നോട്ടുള്ള ഓരോ പോക്കിനും. കുട്ടികളെ നന്നായിട്ട് ശ്രദ്ധിക്കേണ്ട കാലഘട്ടമാണ്. നമുക്ക് നന്മ വരുമ്പോൾ നമ്മുടെ കൂടെയുള്ളവർക്ക് നന്മ വരുമെന്ന് വിചാരിച്ച് ഇരിക്കരുത്. നമ്മുടെ കൂടെയുള്ളവർക്ക് വരുന്ന വീഴ്ചകൾ കണ്ടെത്താനുള്ളൊരു ഭാഗ്യം നന്മയുള്ള കാലത്ത് ദൈവം നമുക്ക് നൽകുക തന്നെ ചെയ്യും. തീർച്ചയായും അത് കണ്ടെത്തിയതിന് ശേഷം അവരെ നല്ല വഴിക്ക് കൊണ്ടുപോകാനുള്ള ശ്രമം നടത്തണം. തീർച്ചയായും ഈ ഒരു വിഷുവർഷം നിങ്ങൾക്ക് ഏവർക്കും നന്മയുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.